ഹലോ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇടുക്കിയിലെ ഒരു ഉൾപ്രദേശത്തോടെയാണ് ഇപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാടൻ പ്രദേശം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുന്നും മലയൊന്നും അല്ല, അതുകൊണ്ട് നാടൻ എന്നും പറയാൻ പറ്റിയല്ല. അപ്പോൾ ഇടുക്കിയിലെ ഉൾനാടൻ ഗ്രാമങ്ങൾ, അതായത് കുന്നുകളും മലകളും ചെറിയ റോഡും ഇതുണ്ടോ, പോക്കറ്റ് റോഡ് എന്നൊക്കെ പറയും. ഞങ്ങളുടെ ഇതിലുള്ളവർ അങ്ങനെ പറയുന്നത് പോക്കറ്റ് റോഡ്. ഈ കുഞ്ഞു വഴിക്കോടെ ഞങ്ങളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുയിലിമല, അതായത് ഇടുക്കി കളക്ടറേറ്റ് ഇരിക്കുന്ന സ്ഥലമാണ് കുയിലിമല. അവിടെ വരെ പോകേണ്ട അത്യാവശ്യ കാര്യമുണ്ട്, അവിടെ ഒരു ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് പോവുകയാണ്. നല്ല മഴക്കാറുണ്ട്, ശരിക്കും മഴക്കാറുണ്ടേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വഴികൾ. ഞാൻ പറഞ്ഞല്ലോ, ഇടുക്കിയുടെ ഉൾനാടൻ ഗ്രാമങ്ങൾ. ഉൾനാടൻ ഗ്രാമം എന്ന് പറയുമ്പോൾ നാടൻ പ്രദേശം പോലെയല്ല, ഇത് ഹൈ റേഞ്ചും കുന്നും മലകളും ഇതിലൊക്കെ ഉരുളുപൊട്ടുകയും വീടൊക്കെ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തുകൊണ്ട്. ഇതുണ്ട് പൈനാവാണ്. അതിൽ അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് മണിയാറൻകുടി. ഇത് പൈനാവിന് ബോർഡ് വെച്ചേക്കണം. ഇതാണ് പൈനാവിലേക്കുള്ളത്. കണ്ണൂരും കാസർഗോഡൊക്കെ ഉള്ളപ്പോൾ മലയോര ഹൈവേ വഴി. ഇത് മലയോര ഹൈവേ അങ്ങനെയല്ലേ പറഞ്ഞേ. അപ്പോൾ എന്നും കഞ്ഞി വെക്കണതും കൂട്ടാൻ വെക്കണതും കറി വെക്കണതൊക്കെ അല്ലേ ഞാൻ കാണിക്കാറുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പപ്പിക്കുട്ടികളെ. അപ്പോൾ ഇന്നിങ്ങനെ ആയിക്കോട്ടെ എന്ന് ഓർത്തു കേട്ടോ, ഒരു വ്യത്യസ്തമായൊരു വീഡിയോ. അപ്പം ഞങ്ങളുടെ നാട് ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ പോകണം പൈനാവിലേക്ക്? 10-12 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. പക്ഷേ കാരണങ്ങ് പോയ അരമണിക്കൂർ യാത്ര കഷ്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പോകുന്നത് ഈ മല അടിവാരങ്ങളിൽ കൂടിയും മലമുകളിൽ കൂടിയും ഒക്കെയാണ്. റോഡ് നല്ല സൂപ്പർ റോഡാണ്. ഇഷ്ടം പോലെ ജനവാസമുണ്ട്. ഇത് നല്ല കുരുമുളക്, ഏലം, കാപ്പിക്കുരു, അങ്ങനെയുള്ള നാണ്യവിളകൾ മാത്രം കൃഷി ആട്ടോ ഈ പ്രദേശത്തെല്ലാം. റബ്ബർ ഞാൻ പറഞ്ഞ റബ്ബറും ഉണ്ട്, ഇപ്പം തന്നെ റബ്ബറും ഉണ്ട്. ഇവിടെ ഒരു ഗിരിജ്യോതി സ്കൂളുണ്ട്. നേരത്തെ കോളേജായിരുന്നു, ഇപ്പോൾ ഇതേ കോളേജ് അങ്ങോട്ട് മാറ്റി. പണ്ടത്തെ പാരൽ കോളേജ്, പ്രൈവറ്റ് കോളേജ് എന്ന് പറഞ്ഞാൽ പ്രീ ഡിഗ്രി ഇത്ര ഉണ്ടായിരുന്നു. ഇപ്പം പ്രീ ഡിഗ്രി എടുത്ത് കളയുകയും ചെയ്തു. ഡിഗ്രിക്ക് പിള്ളേർ ഗവൺമെൻറ് കോളേജുകളിൽ കൂടി പോവുകയും ചെയ്യുന്നത് കൊണ്ട് അത് LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളാക്കി കേട്ടോ. ഹോളി ഫാമിലി ആശുപത്രി ഉണ്ടായിരുന്നു ഇവിടെ, ഇപ്പോൾ അതില്ലെന്ന് നോക്കണം. ഇപ്പോൾ കുറേ നാൾ കൊണ്ട് ആ ആശുപത്രി ഇല്ല. അങ്ങനെ ഇത് കണ്ടില്ലേ, കുന്നും മലകളും കുഗ്രാമങ്ങളും ആണെങ്കിലും അത്യാവശ്യം പുരോഗമിച്ച ഒരു സ്ഥലം തന്നെയാണ്. കാരണം പ്രോപ്പർ ഇടുക്കി തന്നെ. ഇപ്പം പുറത്തൊരു ജില്ലയിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊക്കെ പ്രോപ്പർ ഇടുക്കിയ. പക്ഷേ ഇടുക്കി ഡാമിൻ്റെ അങ്ങോട്ട് ഒരു 4 കിലോമീറ്റർ ഇവിടെ നിന്നുണ്ട്. 4 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പോൾ ഞങ്ങളീ പോകുന്നത്. അപ്പം ഞങ്ങളുടെ നാടൻ പ്രദേശം കാണിക്കാൻ വേണ്ടി മാത്രം പിടിക്കുന്ന ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിനെയൊക്കെ ഒന്ന് കാണുക. അല്ലാതെ ആരും നാട്ടിൽ നിന്നൊക്കെ വന്ന് ഇവിടെ വന്ന് ഇതിനെയൊന്നും വന്ന് കണ്ടു നടക്കില്ല. അപ്പോൾ വീഡിയോ കൂടി ഞങ്ങളുടെ നാട് നിങ്ങളെ പരിചയപ്പെടുത്താവേ. ഹൈറേഞ്ച് ഇന്നും ഭയങ്കര മഴക്കാറാട്ടോ, അതുകൊണ്ടൊരു മൂടിയ ലൈറ്റ് പ്രകാശമൊന്നുമില്ല. ലൈറ്റ് പ്രകാശം കണ്ടു വന്നാണല്ലോ അല്ലേ, അതൊക്കെ കണ്ടു ചെയ്യുന്നത്. നല്ല മഴക്കാറാണ്. കണ്ടോ, അടിപൊളി മലകൾ. പക്ഷേ ഇത് നമ്മുടെ ഫോണിലേക്ക് ഇത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇതവിടെ ചെല്ലുമ്പോൾ അമൽ ജ്യോതി എന്ന് പറഞ്ഞൊരു എന്നതാ വെച്ചേ ഈ വയ്യാത്ത പിള്ളേരെ പഠിപ്പിക്കണേ സ്കൂളാണത്. ഇത് രാജമ്മ വിളിക്കണ്ടല്ലോ എന്നെ വിളിക്കും. ആളെയും കണ്ടില്ല, വീടും എല്ലാം നാമാവിശേഷമായിട്ട് ഒലിച്ചു പോയൊരു മലയാണ് അത് യാത്ര കാണുന്നത്. ഞാൻ ഇറങ്ങിയായിരുന്നു. ആപ്പച്ചായന് വല്ലപ്പോഴും കിട്ടുള്ളൂ. വന്നപ്പോൾ ചാടി ഇറങ്ങി. നീ ഇവിടെ വണ്ടിയിലാണോ?
മഴക്കാരൊക്കെ മാറി തുടങ്ങി, കുറേശ്ശെ വെയിൽ തുടങ്ങി കേട്ടോ. ഈ പോകുന്ന വഴിക്കുണ്ടല്ലോ, ഇതിലേ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഒരു ബന്ധു വീടുണ്ടേ. പകലായതുകൊണ്ട് അവിടെ ആരുമില്ല, എല്ലാവരും ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോയി. അവർ ജോലിക്ക് പോകുന്നവരുണ്ട്. നമ്മുടെ സിറ്റിയിൽ ഒരു ഹോട്ടൽ നടത്തുന്നതാണ് അവർ. അതുകൊണ്ട് പകൽ അവരുടെ വീട്ടിലാരും കാണില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങുന്നുമില്ല. ഇറങ്ങുന്നുണ്ടോ ചേട്ടാ? ആൾ കാണിയില്ല, ആരുമില്ല. പെണ്ണും ജോലിക്ക് പോയി. നമ്മുടെ പെണ്ണ് വിളിക്കുന്നുണ്ടല്ലോ. നല്ല പ്രദേശങ്ങൾ വന്ന ഫോണിലേക്ക് പകർത്താന്ന് വിചാരിച്ചു. കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് എനിക്കതൊന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. വണ്ടി സ്പീക്കറൊക്കെ കൊടുക്കും. പോയിട്ടുണ്ട്. അത് കാണിക്കുന്നത് രാത്രി വെള്ളം കിടക്കുന്നത്. രാത്രി വെള്ളം ആ സ്ഥലത്ത് വന്ന് പാടി ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അത് നിറച്ച ആൾക്കാർ നിൽക്കും. അതുകൊണ്ട് കയറി പോയില്ല കേട്ടോ. ഞങ്ങൾ നേരെ വിട്ടു പോകുന്നു. പള്ളി ഇരുണ്ട ആകാശവും ഈ പച്ചപ്പയറിൻ്റെ വള്ളി മാത്രമേ അപ്പോൾ കാണാനുള്ളൂ. ഞങ്ങൾ ഒരിക്കലും ചെയ്യാത്ത കാര്യമായിട്ടോ ചെയ്യുന്നത്. എന്നത് ട്രാവൽ വ്ളോഗ് അപ്പോൾ ജസ്റ്റ് ഞങ്ങളുടെ വീട് തൊട്ട് ശരിക്കും പറഞ്ഞാൽ പിടിച്ചില്ല. പകുതി വഴി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീഡിയോ ഓണാക്കിയത്. ഇത് നോക്കിയപ്പോൾ നമ്മുടെ ഈ കുന്നും വലിയ പ്രദേശങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകരെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ശരി, ഞാൻ മാറ്റി തിരിച്ച് പിടിക്കട്ടെ കേട്ടോ. ഇതൊരു നാർക്കോട്ടിക്സ് ആൻഡ് ഇടുക്കി അതാണ്. ഞാനോർത്തു സ്കൂളാണെന്ന്. ഇവിടെ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന പിള്ളേർക്കുള്ള സ്കൂളുണ്ട്, ഗവൺമെൻറ് സ്കൂള്. ഈ ഗവൺമെൻറ് ജോലിക്കാരുടെ ഈ ക്വാർട്ടേഴ്സിലെ പിള്ളേർക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇവിടെ ഉണ്ടാക്കിയ സ്കൂളാണ് കേട്ടോ. അന്ന് ഇപ്പോഴും ഉണ്ട്. അന്ന് പ്രൈവറ്റ് ആയിരുന്നു, ഇപ്പോൾ അത് ഗവൺമെൻറ് സ്കൂളായി. ഈ ഇടക്കാലത്തുണ്ടാക്കിയ റോഡാണ്. ബോർഡിൽ എഴുതിയേക്കണ പേരൊന്നും ഈ ഫോണിൽ കറക്റ്റ് കിട്ടുന്നില്ല. ഇതിൻ്റെ എല്ലാം തീർന്നെന്ന് തോന്നുന്നു. ഈ ഫോണിൻ്റെ ശക്തിയും ബലമൊക്കെ. മാവേലി സ്റ്റോർ അടച്ചോ? തക്കാലം ഇത് അമ്പലത്തിലേക്ക് പോകണം. അതേ അമ്പലമല്ലേ വെച്ചത്? അതേ മഹാവിഷ്ണുവിൻ്റെ അമ്പലം. ഞങ്ങളവിടെ പോകാറുണ്ട്. പക്ഷേ ഇത്ര അടുത്ത് അക്കരെ കുന്നും ഇക്കരെ കുന്നും ആട്ടോ. പക്ഷേ അടിവശത്തോടെ വലിയൊരു തോട് ഒഴുകുന്നുണ്ട്. മണ്ണിടിഞ്ഞ് മഴക്കാലത്തൊക്കെ വരാൻ പേടിയാവും. എവിടെ നിന്നാണ് ഇടിഞ്ഞ് വരുന്നത്, എങ്ങോട്ടാ മണ്ണ് നമ്മളെ കൊണ്ട് പോടേന്ന് അറിയില്ല കേട്ടോ. അങ്ങനെയുള്ള ഏരിയ എവിടെയൊക്കെ. കെട്ടിടങ്ങൾ എന്തൊക്കെ ഓഫീസുകളാണ് തോന്നുന്നത്. ചെറുതോണിക്ക് 6 കിലോമീറ്റർ, തൊടുപുഴയ്ക്ക് 55 കിലോമീറ്റർ, പൈനാവിന്ന് 30 കിലോമീറ്റർ കൂടെ കട്ടപ്പനയ്ക്ക്, ഡാമിലേക്ക് 1.5 കിലോമീറ്റർ. ഇതാണ് പൈനാവ് സിറ്റി. ഒരു പട്ടി കിടക്കണം നോക്കി, ഒരു നല്ല പട്ടി. അപ്പോൾ
ഇത് ഞങ്ങൾക്ക് പോകേണ്ട ഓഫീസിലേക്ക് പോകേണ്ടതാണ്. ഇതിലെ കുറച്ച് കയറി ചിങ്ങാന്തേക്കാർന്നാണ് പോകേണ്ട ഓഫീസ്. അപ്പോൾ അവിടെ ഒരു പേപ്പർ കൊടുക്കാറുണ്ട്, അത് കൊടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങി വരും. വേറെ ഒത്തിരി കാര്യങ്ങൾ പറയാനും ചോദിക്കാനൊന്നുമില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയറി വരും. നല്ല മഴക്കാറായിട്ട് ഇപ്പം തന്നെ പെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പം ഞങ്ങൾ ഓഫീസിൽ പോയി കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തിരിച്ചു പോരും കേട്ടോ. തിരിച്ചു പോന്നപ്പം ഒരു പകുതി വഴി എടുക്കാൻ പറ്റിയില്ലേ, അതിലൊരു കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തിരിച്ച് പൈനാവിൽ നിന്ന് ചെറുതോണിയിലേക്കുള്ള വഴി കേട്ടോ. നല്ല വനമാണ്. വലത് സൈഡിൽ ഇടുക്കി റിസർവോയർ അല്ലേ, അത് ഇറങ്ങി നിന്നാലും നമുക്ക് കിട്ടത്തില്ല. ഇത് കണ്ടോ, ഇല്ലിക്കാടുകളും ഇല്ലിക്കൂടുകളൊക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇല്ലി നട്ടുപിടിപ്പിച്ച ഇല്ലിയാണേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വെള്ളം കിട്ടത്തില്ല. പോകുന്നത് കാര്യം അടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കിട്ടത്തില്ല വെള്ളം. ഇതിനകത്ത് വീണ്ടും ഒരു വിളി വരുന്നുണ്ട്, അവിടെ നിൽക്കട്ടെ, പിന്നെ എടുക്കാം. ഒരു കോള് വരുന്നുണ്ട്, പിന്നെ എടുക്കാമെന്ന് പറയുന്നത്. മഴക്കാലം ആയതുകൊണ്ടാണ്. മഴക്കാലമല്ല, മഴക്കാലം തുടങ്ങി കേട്ടോ. ഇതുണ്ട് ഈ കാറിൻ്റെ ഗ്ലാസ്സിൽ മുഴുവനും പൊടി, അതുകൊണ്ട് നല്ല ക്ലാരിറ്റി കിട്ടുന്നില്ല. 1-2 ആഴ്ച വണ്ടി എടുക്കാതിരുന്നത് കൊണ്ട് പൊടിയെല്ലാം പറന്ന് കയറി. കഴുകാനുള്ള സമയം കിട്ടിയില്ല. വണ്ടി ഇനി ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കണം. അവിടെ കിടന്ന് പൊടി പിടിച്ച് എടുക്കാറില്ലായിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ ഈ ഓഫീസിൽ പോകാനുള്ള കാരണം വണ്ടി എടുത്ത് പോകുന്ന കണ്ടോ, ഇരുട്ട് മൂടിക്കിടക്കുന്ന വനം. ഇടുക്കി എന്ന് പറയുമ്പോൾ ഫേമസ് ആണ്, പക്ഷേ പ്രോപ്പർ ഇടുക്കി മൊത്തം വനമാണ്. ഇവിടെ നിന്ന് അങ്ങ് ചെല്ലുമ്പോൾ വെള്ളപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ഇടുക്കി കണ്ടുപിടിച്ച് കൊലുമ്പനെ അടക്കിയിരിക്കുന്നത്. കൊലുമ്പൻ്റെ എന്നതാ സ്മാരകമാണോ അടക്കിയ സ്ഥലം? സ്മാരകം അവിടെ വരെ ഒന്നും പ്രതിമയുണ്ട് അല്ലേ, ഇടുക്കി പാലത്തിനടുത്ത് ഇടുക്കി ഡാമിൻ്റെ തൊട്ട് താഴെ അവിടെ ഒരു ചെറിയ പാർക്കും കൊലുമ്പൻ്റെ ഒരു പ്രതിമയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കൊലുമ്പനെ അടക്കിയ സ്ഥലം, ഡാം കെട്ടാൻ പറ്റിയ സ്ഥലമാണെന്ന് സായിപ്പന്മാർക്ക് കാണിച്ചു കൊടുത്ത ആളാണെന്നാണ് പറയുന്നത്, ആദിവാസിയായ കൊലുമ്പൻ. ഇന്നും കൊലുമ്പൻ്റെ മക്കളെ ഫസ്റ്റ് മൊബൈൽ വഴിയോ സോഷ്യൽ നെറ്റ്വർക്ക് വഴിയോ, അതായത് വിവരസാങ്കേതിക വിദ്യയുമായി അത് ഉപയോഗിച്ച് ആരെങ്കിലും വ്യക്തിഹത്യ നടത്തി കഴിഞ്ഞാൽ അത് IT ആക്ട് 66 ഇതെന്നാ പുറകോട്ടാണ് വന്നത്. അതുണ്ടല്ലോ. അതുപോലെ ആ വള്ളാടിയിലെ പിന്നെ കാറുണ്ട്, കറണ്ട് കൊണ്ട് ചാർജ് ചെയ്തിട്ട് അയ്യോ വേറെ ഒന്നും ചെയ്യണ്ടേ അതിന്. നിർത്തുന്നത് എങ്ങനെയാ വരുമ്പോ ഇവിടെ ഇറങ്ങി എന്നാലും നമുക്ക് വെള്ളത്തിന്റെ ഫോട്ടോ എടുക്കാൻ. അയ്യോ വെള്ളം ഒട്ടുമില്ല അതിനകത്ത്. വെള്ളം ഇറങ്ങി താഴം വരെ പോയി. ഇത് കണ്ടോ, ഇതാണ് കൊലുമ്പൻ സ്മാരകം, കൊലുമ്പനെ അടക്കിയ സ്ഥലം. അവിടെ നിർത്തി വേണമെങ്കിൽ എടുക്കാമായിരുന്നു, പക്ഷേ മഴക്കാറൊക്കെ ഉള്ളത് കൊണ്ടേ ഇനി ഇവിടെ നിന്ന് ചിലപ്പോൾ പെട്ടെന്ന് മഴ വരും. അപ്പോൾ ഉൾപ്രദേശത്തോടെ ഞങ്ങൾ അങ്ങോട്ട് പോയി കേട്ടോ. ഓഫീസിലേക്ക് പോയി. തിരിച്ചു പോന്നപ്പോൾ മെയിൻ റോഡിൽ കൂടെ തന്നെ പോന്നു. തൊടുപുഴയിൽ നിന്ന് ഇടുക്കിയിലേക്ക് വരുന്ന റോഡാണിത്. ഏറ്റവും അടുത്ത പട്ടണം പറഞ്ഞതാണ്. ഇവിടുന്ന് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് ഒറ്റ വണ്ടി ഉണ്ടല്ലോ, മെയിൻ റോഡല്ലേ. പക്ഷെ നമ്മുടെ ഈ റോഡിന് പേരൊന്നുമില്ല അല്ലേ, KK റോഡ് അല്ലെങ്കിൽ അതെയോ. KK റോഡ് എന്ന് പറയുന്നത് കോട്ടയം കുമളി റോഡല്ലേ. KK റോഡ് അല്ല, കോട്ടയം കുമളിയാണ് പണ്ട് മുതലേ പറയുന്നത്. അതായത് കുട്ടിക്കാനത്തുനിന്ന് തിരിഞ്ഞ് പീരുമേട് കൂടി പോകുന്ന റോഡിനെയാണ് കോട്ടയം കുമളി റോഡ്, KK റോഡ് എന്ന് പറയുന്നത്. നല്ലൊരു സൂപ്പർ വനമാണ്. അക്കരെ ഭാഗത്താട്ടോ ചെറുതോണി അണക്കെട്ട്. പക്ഷേ ഈ മരങ്ങളൊക്കെ കാരണം കാണത്തില്ല, അങ്ങോട്ട് കാണിച്ചാലും കാണാൻ പറ്റില്ല. നേരെ അക്കരെ ഭാഗത്താണ്. അപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജ് കാണിച്ചു തരാം. ഇക്കരക്കരയാണ് പോകുന്നത്. എങ്കിലും കെട്ടിടങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടങ്ങൾ കാണിക്കാമേ. കെട്ടിടങ്ങളെന്ന് പറഞ്ഞാൽ ആശുപത്രി, അതേത് എന്തുവാ റേഷൻ കടയാണോ? പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടി നിൽക്കുന്നില്ല. അല്ല, അത് ഊണിൻ്റെ പ്രശ്നമല്ല. ആയുർവേദ ആശുപത്രി, ജില്ലാ ആയുർവേദ ആശുപത്രി ഇവിടെ കേട്ടോ. ഈ
ഈ സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയേച്ച് ഇടതുവശത്ത് താഴോട്ട് ഇറങ്ങിയാൽ ജില്ലാ ആയുർവേദ ആശുപത്രിയാണ്. ക്യാൻറ്റീനൊക്കെ ഉണ്ടോ എഴുതി വെച്ചിട്ടുണ്ട്. അവിടുത്തെ ഹോട്ടലിൽ നിർത്തിപ്പോയി അല്ലേ. ഇനി എനിക്കിഷ്ടമായിരുന്നു അവിടെ കയറി പൊറോട്ട കഴിക്കുന്നത്. നല്ല പൊറോട്ടയായിരുന്നു. പ്രകാശിന് എന്തോ സംഭവിച്ചില്ല. ഇതാണ് നല്ലൊരു ഹോട്ടലായിരുന്നത്, ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളത്. അത് നിർത്തിയിട്ടേക്കും, അടച്ചിട്ടേക്കുവാണ്. ഇനി ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന കെട്ടിടങ്ങളെല്ലാം മെഡിക്കൽ കോളേജിൻ്റെ കേട്ടോ. ഇത് അക്കരെ ഭാഗത്ത് മലയായതുകൊണ്ട് മരങ്ങളും നിൽപ്പുണ്ട്. ഇടയ്ക്കോടെ എല്ലാം ഒന്നും കാണാൻ പറ്റിയില്ല. ഇതിൽ കുറച്ചൊക്കെ കാണിച്ചു തരാം. കാണാവോ? ഇല്ല, കാണത്തില്ല. എന്നാൽ പിന്നെ റോഡ് കാണിക്കാം, കെട്ടിടം കാണിക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെ കെട്ടിടങ്ങളുടെ മുമ്പിലെല്ലാം ഭയങ്കര മരങ്ങളാണ്. എന്നാളാ 2018 അവിടെ ഇവിടെ എല്ലാം മരമെല്ലാം പെടർന്ന് ചാടി വണ്ടിയുടെ പുറത്തേക്ക് ചാടിയതുകൊണ്ട് റോഡ് സൈഡിൽ നിന്നതും ആശുപത്രി മുറ്റത്ത് നിന്നും എല്ലാം മരം വെട്ടിക്കളഞ്ഞായിരുന്നു. KSRTC പണി മുടക്കി കിടക്കുവാണോ? അല്ല, വിട്ടെന്ന് തോന്നണം. കണ്ടോ, ഇതാണ് മെഡിക്കൽ കോളേജ്. ആദ്യത്തെ ജില്ലാ ആശുപത്രി, പിന്നെ മെഡിക്കൽ കോളേജ് ആയപ്പോഴത്തേ മുകളിൽ കാണുന്നത്. അവിടെയാണ് കാഷ്വാലിറ്റി, അത്യാഹിത വിഭാഗങ്ങൾ, പിന്നെ രോഗികളൊക്കെ, കിടപ്പ് രോഗികളെ കിടത്തുന്നതും ഒക്കെ. ഈ കാറയിൽ ഇരുന്നേച്ചെന്നൊക്കെ മുകളിലേക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല ഒന്നും. അത് അവിടെ തന്നെ ഇരുന്നേച്ച് പിടിക്കണം. ആരും തോന്നോ? അവളവിടെ മരുന്ന് മേടിച്ചോണ്ട് നിൽക്കണം എന്നല്ലേ പറഞ്ഞു. അവക്കാ, പിള്ളേർക്കല്ല. അപ്പോൾ നമ്മുടെ ചെറുതോണി സിറ്റി തുടങ്ങുക കേട്ടോ. ഇവിടെ ഞങ്ങൾക്കൊരു ചെറിയ തിയേറ്ററുണ്ട്. തുടരും സിനിമ ഇപ്പം നടക്കുന്നുണ്ട്. കാണാനൊന്നും പോയില്ല. നമ്മുടെ തിയേറ്റർ ഇതേ കാണുന്നത് ഈ മുകളിൽ. പിന്നെ ഗ്രീലാൻഡ് സിനിമ തിയേറ്റർ, ഒരേ ഒരു തിയേറ്റർ. വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് ഇവിടെ തിയേറ്റർ തുടങ്ങിയപ്പോൾ ഉള്ളത് തന്നെ 2 തിയേറ്റർ. ഇടുക്കിയിലൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, ഇവിടെ ഒന്നുണ്ടായിരുന്നു. ഇടുക്കിയിലുള്ളത് നിർത്തിക്കളഞ്ഞു. ഇവിടെ ഉള്ളത് ഇപ്പോഴും ഉണ്ട്. ഇടുക്കിയിലാക്കിയ ഗുരുമന്ദിരത്തിൻ്റെ അമ്പലം ഇരിക്കുന്നിടത്ത് തിയേറ്ററായിരുന്നു. സംഘം, ഇടുക്കി സംഘം എന്നാണ് പറയുന്നത്. ഇടുക്കി ഗ്രീലാൻഡിൽ എന്ന് പറയുന്നത് അത് ഇവിടെയും, ഇടുക്കി സംഘം എന്ന് പറയുന്നത് അവിടെയും. പിന്നെ അവിടെ ഞാൻ തുമ്പോലാർച്ച സിനിമ കണ്ടതാണ് 6ാം ക്ലാസ് പഠിക്കുമ്പോൾ. ഇതാണ് ഞങ്ങളുടെ ചെറുതോണി സിറ്റി. ചെറുതോണിയിൽ നിന്ന് 2 കിലോമീറ്റർ പോയാൽ ഇടുക്കി ഡാമിൻ്റെ അടിവശം ഇടുക്കി സിറ്റി അത്രയ്ക്കില്ല. ചെറുതോണിയിലാണ് ഓഫീസുകൾ, ബാങ്കുകൾ, കടകൾ, അങ്ങനെ കൂടുതൽ സംഭവങ്ങൾ, പാർട്ടി ഓഫീസുകൾ, എല്ലാ കൂട്ടമുള്ളത് ഇവിടെയാട്ടോ. എത്ര വക്കീലന്മാരുടെ ഉണ്ടോ ഓഫീസുകളാണെന്നറിയാമോ? ഈ താഴോട്ട് പോയാൽ എല്ലാവരുടെയും പേരെഴുതി വെച്ചിട്ടുണ്ട്. അട്ടൊക്കെ പേര് പറഞ്ഞില്ല, പേര് മാറ്റിക്കളയാം. പ്രിൻസ് ഉണ്ട്. ദേ അവിടെ ഒരു പ്രകാശ് കിടപ്പുണ്ടല്ലോ, അവിടെ കിടക്കും പോലെ തന്നെ. മോളിൽ കയറ്റി ചെന്നിട്ട് അന്നേരത്തേനും അവൾ തിരിച്ചു വരുമായിരിക്കും. അന്നേരം പിന്നെ വണ്ടി പുറകോട്ട് വരാൻ പറ്റുമോ? കുഞ്ഞമ്മ നിൽക്കുമ്പോൾ അവിടെ ഞങ്ങളുടെ യൂണിയൻ ബാങ്ക്, കാനറ ബാങ്ക് ഒക്കെ ഇവിടെയാണ്. പിന്നെ ഞങ്ങളുടെ സിറ്റി ഇതാട്ടോ, ചെറുതോണി സിറ്റി, ചെറുതോണി പട്ടണം അങ്ങനെയും പറയും. മുകളിൽ